ഹലോ എവ്രി വൺ. ഇന്ന് ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. കുക്കറിലും വെക്കുന്നുണ്ട്, അവനിലും വെക്കുന്നുണ്ട്. അതിനിപ്പോൾ ഫ്രൂട്ട്സ്, നമുക്ക് ഫ്രൂട്ട് കേക്ക് അല്ലേ, അപ്പോൾ ടൂട്ടി ഫ്രൂട്ടിയും ഡേറ്റ്സും കിസ്മിസും ബ്ലാക്കും യെല്ലോവും എടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്യൂനട്ട്, നമ്മുടെ ബദാം, ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു 3/4 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 10 ക്ലോവ്സ്, 2 കാർഡമം, ഒരു സിനമൺ സ്റ്റിക്ക്, ചെറിയ പീസ് ജാതിക്ക കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1/4 കപ്പ് ഷുഗർ എടുത്തിട്ട് അത് കാരമലൈസ് ചെയ്യുകയാണ്. അപ്പോൾ ടോട്ടലി 1 കപ്പ് ഓഫ് ഷുഗറാണ്. അപ്പോൾ ഇത് കാരമലൈസ് ചെയ്യുമ്പോൾ ഇതൊരു ഇങ്ങനെ ഒരു കംപ്ലീറ്റ്ലി മെൽറ്റ് ഇങ്ങനെ ഫ്രോത്തി ആയിട്ട് വരും. ഈ സമയത്ത് നമുക്ക് ഒരു 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇത് കരിയാതെ നോക്കണം. അപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത്, ഇത് ഒരു 1 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സിറപ്പ് ഇങ്ങനെയാണ് ഉണ്ടാവുക, ഈ കളറിലായി ഇരിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൽ ഒന്ന് ബോയിൽ ചെയ്യണം. പൊടിച്ച് വെച്ച പഞ്ചസാരയിൽ നിന്ന് ഒരു 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്പൈസസിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 4 to 5 മിനിറ്റ്സ് ഞാൻ ബോയിൽ ചെയ്തു, ഇത് തിക്കായിട്ട് വരാൻ. ഇനിയിപ്പോൾ ഈ സ്റ്റേജിൽ കണ്ടില്ലേ, ഇത്രയും നമുക്ക് സിറപ്പ് മതി, ഒന്നും കൂടെ തിക്കായിക്കോളും. ഓഫ് ചെയ്ത് വെച്ചു. ഇപ്പോൾ ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ നമ്മുടെ സോഡ ബൈകാർബണേറ്റ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ സോൾട്ടും ആഡ് ചെയ്ത് സീവ് ചെയ്തു. ഒരു 3 പ്രാവശ്യം സീവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1/2 കപ്പ് ഓയിൽ, റിഫൈൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 3/4 കപ്പ് തൈരും ആഡ് ചെയ്തു. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തു. അത് വിസ്ക് വെച്ചിട്ടാണ് ചെയ്തത്. അതായത് ഈ തൈരും ഓയിലും കമ്പൈൻ ചെയ്ത് വരാനായിട്ട്. തൈര് റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ്, ഫ്രിഡ്ജിൽ ഡയറക്റ്റ് എടുത്ത് ഒഴിക്കാൻ പാടില്ല. ഇനി പൊടിച്ച് വെച്ച നമ്മുടെ പഞ്ചസാര, ഇതിപ്പോൾ ഒരു 3/4 കപ്പാണ്. എന്നുവെച്ചാൽ ഫ്രൂട്ട്സിനും നല്ല മധുരം ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. അത് നന്നായിട്ട് അങ്ങോട്ട് കമ്പൈൻ ചെയ്ത് എടുക്കാം. ഇനി നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്യുന്നത്. അത് കുറേശ്ശെ ഇങ്ങനെ ആഡ് ചെയ്ത് ഫോൾഡ് ഇൻ ചെയ്യുക. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ലിറ്റിൽ ബൈ ലിറ്റിൽ ആഡ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് പാൽ ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നിന്ന് തന്നെ സിറപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് എടുക്കാം. പിന്നെ നമുക്ക് ഒരു 1 ടീസ്പൂൺ വാനില എസൻസും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് നമുക്ക് ഫോൾഡും ചെയ്തിട്ട് ഞാൻ 1/2 എടുത്തിട്ട് നമ്മുടെ കുക്കറിലും വെക്കുകയാണ്, 1/2 എടുത്ത് ബേക്കിംഗ് അവനിലും വെക്കുകയാണ്. ഒരു 50 മിനിറ്റ്സിന് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ബേക്കിംഗ് അവനിൽ. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ്സും കൂടെ എടുത്തു അത് ബേക്ക് ചെയ്ത് വരാനായിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, അത് കംപ്ലീറ്റ്ലി ബേക്കായി വന്നിട്ടുണ്ട്. അതേപോലെ കുക്കറിൽ 1 അവർ എടുത്തു അത് ബേക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ക്രിസ്മസിനുള്ള ഫ്രൂട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുത്തി നോക്കുമ്പോൾ അത് ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുക്കർ കേക്കും ഒന്ന് ബേക്കിംഗ് അവനിൽ ഉണ്ടാക്കിയ കേക്കും. അപ്പോൾ ഇത് കട്ട് ചെയ്ത് നോക്കുമ്പോഴും ഇതിൻ്റെ ടെക്സ്ചർ ഇങ്ങനെയാണ്. ഇത് കുക്കറിലെ കേക്കും മറ്റേത് ബേക്കിംഗ് അവനിലെ കേക്കും. രണ്ടിനും ടേസ്റ്റ് ഒരുപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.